താരങ്ങൾ പൊതുവെ ദേഷ്യപ്പെടുന്നതും അവർ വികാരഭരിതമാകുന്നതുമൊക്കെ വാർത്തയിൽ പ്രാധാന്യമുള്ളതായി മാറാറുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ ചർച്ചയിൽ വരുന്നത് നടി ശോഭനയുടെ കാര്യമാണ്. നടി ശോഭന ഒരിക്കൽ ചോദ്യം ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ പ്രതികരിച്ചതിനെക്കുറിച്ചാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യമായി മാറുന്നത്. പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയാണ്. ശോഭനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. എന്നാൽ ചില സമയം പ്രതികരണം വല്ലാതെ കൂടിപ്പോകുന്നുണ്ടോ എന്ന സംശയമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് എപ്പോഴും ഒരു പരിധി വയ്ക്കുന്ന നടിയാണ് ശോഭന. അനാവശ്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ശോഭന തയ്യാറല്ല. തൻ്റെ ഫോട്ടോകൾ ഓൺലൈൻ മീഡിയകൾ അനുവാദമില്ലാതെ എടുക്കുന്നതിനെതിരെ അടുത്തിടെ ശോഭന സംസാരിച്ചു. ഇന്റർവ്യൂവിലെ ചോദ്യങ്ങൾക്ക് സ്വകാര്യതയിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള ശോഭന ശ്രദ്ധിക്കാറുണ്ട്. അത്തരത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നൊരു നടി കൂടിയാണ് ശോഭന എന്ന് പറയാം. മണിച്ചിത്രത്താഴിൻ്റെ സെറ്റിൽ വെച്ച് ശോഭനയുടെ ഇന്റർവ്യൂ എടുത്തതിനെക്കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ സുകു പാലക്കുളങ്ങര ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നുണ്ട്. ഒരു ചോദ്യം ചോദിച്ചത് ശോഭനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ എഴുന്നേറ്റ് നിന്ന് അവിടെ ദേഷ്യപ്പെടാൻ തുടങ്ങി. കത്തിക്കയറുന്ന ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പത്രം പ്രവർത്തനം എഴുതാൻ എന്തെങ്കിലും വേണം. ശോഭന എന്ന നടിയെ ഏപ്രിൽ 18 എന്ന സിനിമയിലൂടെ ബാലചന്ദ്ര മേനോൻ കൊണ്ടുവന്നു. അതിനുശേഷം നിങ്ങൾ ശാലീനമായ കഥാപാത്രങ്ങൾ ചെയ്തു. പക്ഷേ ഈ അടുത്ത കാലത്ത് ടെലിവിഷനിലൂടെ നിങ്ങൾ ചില സിനിമകളെ കണ്ടു. വളരെ മോഡേൺ ആയ വസ്ത്രങ്ങൾ ധരിച്ച മോശമായ വൾഗാരിറ്റി തോന്നിക്കുന്ന കഥാപാത്രങ്ങൾ നിങ്ങൾ ചെയ്തു. അത് ശരിയാണോ? മലയാളികൾ കണ്ടാൽ അത് അംഗീകരിക്കുമെന്ന് ഞാൻ ചോദിച്ചു. വളരെ സ്നേഹത്തോടെ അവിടെ ഇരുന്ന ഗംഗ പെട്ടെന്ന് നാഗവല്ലിയായി. അലൂമിനിയത്തിന്റെ ഒരു കസേരയായിരുന്നു. ശോഭന കസേര കാല് മടക്കി ഒറ്റയടി കൊടുത്തു. കസേര തെറിച്ചുപോയി. ദൂരെ ഇരുന്ന ഫാസിലും പ്രിയദർശനും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞ് അവരങ്ങ് കൂളായി. തട്ടിത്തെറിപ്പിച്ച കസേര അവർ തന്നെ എടുത്തിട്ടു. പിന്നെ വീണ്ടും ഇന്റർവ്യൂ മൂഡിലേക്ക് മാറി. ഇത്തരമുള്ള ചോദ്യങ്ങളും ഇത്തരമുള്ള കാര്യങ്ങളുമെല്ലാം ഇതിനു മുൻപും ശോഭന അഭിമുഖീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ശോഭനയെ സംബന്ധിച്ച് ഇതെങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതിരുന്നൊരു സമയമായി പോയി. മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആദ്യമായി ലഭിക്കുന്ന ഇത് ഈ സിനിമയിലൂടെയായിരുന്നു. ശോഭനയുടെ കരിയർ മികച്ച സിനിമയാണ് മണിച്ചിത്രത്താഴ്. അന്നും ഇന്നും ശോഭന എന്നാൽ മലയാളികൾക്കൊപ്പം നാഗവല്ലി തന്നെയാണ്. ആ കഥാപാത്രം അത്രമേൽ ആഴത്തിൽ പതിപ്പിക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല. അതാർക്കും ഇനി സാധിക്കുകയുമില്ല. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. ഏറ്റവും കൂടുതൽ ആളുകൾ വളരെയധികം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയവും ഇത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. ആരാധകരും വളരെയധികം നന്നായി സംസാരിക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതിയോടെ മുന്നേറുന്ന ഒരു താരം തന്നെയാണ് ശോഭന. എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ശോഭനയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ. വളരെയധികം സ്നേഹത്തോടെയാണ് ശോഭന സംസാരിക്കാറുള്ളതെന്നും കൂട്ടിച്ചേർക്കാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.